ഹായ്, മികച്ചൊരു വിസ്മയം. കാര്യം നിങ്ങളെല്ലാം തയ്യാറായിരിക്കൂ. വിസ്മയങ്ങൾ നിങ്ങൾ ഇങ്ങനെ കാണാൻ പോകുന്നു എന്ന് വി.ഡി. സതീശൻ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിസ്മയം? ആ ഒരുങ്ങിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി കണ്ട ഒരു അടാർ വിസ്മയമുണ്ട്. എന്താണെന്നല്ലേ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ഒപ്പം തന്നെ വി.ഡി. സതീശനെയും കണ്ണൂരിലെ തെരുവിലിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അലക്കുന്ന ആ വിസ്മയം നിങ്ങൾക്ക് കാണണ്ടേ? ദേ നോക്കിയേ. Rahul Gandhi Zindabad, K. Sudhakaran Zindabad, K. Sudhakaran Zindabad, K. Sudhakaran Zindabad, K. Sudhakaran Zindabad. Kannurinte mandalathil, Kannurinte mandalathil, Kannurinte mandalathil, Kannurinte mandalathil. UDF Sanathiyai, UDF Sanathiyai, UDF Sanathiyai. Angekayila Abhivadangal, Angekayila Congress. കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ പലരുണ്ടിവിടെ, നേതാക്കന്മാർ പലരുണ്ടിവിടെ. അതിനും വലിയ സുധാകരൻ, അതിനും വലിയ സുധാകരൻ, സുധാകരൻ നേതാവ്, സുധാകരൻ നേതാവ്, നമ്മുടെ യോമന നേതാവ്, നമ്മുടെ യോമന നേതാവ്. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങ് നയിക്കും കോൺഗ്രസ്, അങ്ങ് നയിക്കും കോൺഗ്രസ്. കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ പലരുണ്ടിവിടെ, നേതാക്കന്മാർ പലരുണ്ടിവിടെ. അതിനും വലിയ സുധാകരൻ, അതിനും വലിയ സുധാകരൻ, സുധാകരൻ നേതാവ്, സുധാകരൻ നേതാവ്. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങ് നയിക്കും കോൺഗ്രസ്, കണ്ണൂരിലെ കോൺഗ്രസ്, കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ പലരുണ്ടിവിടെ, നേതാക്കന്മാർ പലരുണ്ടിവിടെ. അതിനും വലിയ സുധാകരൻ, അതിനും വലിയ സുധാകരൻ, സുധാകരൻ നേതാവ്, സുധാകരൻ നേതാവ്. എന്തൊരു വിസ്മയം! ഇത്രയും മികച്ചൊരു വിസ്മയം ഈ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. സതീശൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോൾ സുധാകരനെ അങ്ങോട്ട് ചാടിച്ചുകൊണ്ട് പോയിട്ട് സീറ്റ് കൊടുത്ത് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് സീറ്റില്ലാതാക്കി വിസ്മയം നടത്തിയതിന് പിന്നാലെ ഇതൊന്നുമല്ല, നിങ്ങൾ കുറച്ചുകൂടി റെഡിയായിരിക്കും. വലിയ വിസ്മയം. സീറ്റ് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു കൊണ്ടുവന്ന് വിസ്മയം കാണിക്കുമെന്ന് പറഞ്ഞു. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 54 പേരുടെ മാത്രം പട്ടിക പുറത്തുവിട്ട് അതിനേക്കാൾ വലിയ വിസ്മയമാക്കി മാറ്റി. ഇപ്പോൾ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി വിസ്മയകരമായിട്ടുള്ള അടി ഇവിടെ നടക്കുകയാണ്. AICC ആഫീസിനകത്ത് നടക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂർ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ 23-ാം തീയതി വരെ സമയമുണ്ട്. എന്തായിരുന്നാലും 23-ാം തീയതി നോമിനേഷൻ കൊടുക്കാനുള്ള സമയം കഴിയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഈ വിസ്മയങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. പിന്നെ അതിനുശേഷം വിസ്മയം കാണിക്കാനുള്ള അവസരം ഈ നോമിനേഷൻ കൊടുത്തിട്ട് മണ്ഡലത്തിൽ നടത്താൻ പറ്റില്ല. അതുവരെ നിങ്ങൾ എന്ത് വിസ്മയം വേണോ കാണിച്ചോളൂ. എന്തായാലും കോൺഗ്രസ്സുകാർ നടത്തുന്ന വാചാടോപങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കുടുംബം എടുക്കും. ആ കുടുംബത്തിനകത്ത് എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഒത്തൊരുമയോടുകൂടി എന്തെങ്കിലും കാര്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? അഭിപ്രായ ഐക്യമാണ്. ആ വീട്ടിനകത്ത് അതില്ലെങ്കിൽ ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ല. അതുപോലെയാണ് കേരളം എന്നൊരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്റ്റേജിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒരു പാർട്ടിയുടെ സംഘടനയെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ?
സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ തെറി വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ആ ആചാര പ്രക്രിയകൾ നടത്തുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിന്റെ പേരിലല്ല, സ്ഥാനാർത്ഥി ആയിട്ടില്ല, സ്ഥാനാർത്ഥി ഇനി കയ്യിലാണോ താമരയിലാണോ മത്സരിക്കുന്നു എന്നുള്ള ആശയക്കുഴപ്പം മാത്രമാണ് നടക്കുന്നത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിനകത്ത്, സ്വന്തം പാർട്ടിക്കകത്ത് അവിടങ്ങളിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത ഇവർ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്, ചിന്താശേഷിക്ക് എന്തോ വലിയ തകരാർ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യർ ആദ്യമായിട്ടും എന്ത് കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് അവർ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഒരുമയോടുകൂടി പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഭംഗിക്ക് നിർവഹിക്കാൻ കഴിയുക. ഇത് ഒരാൾ മറ്റൊരാളെ കസേരയ്ക്ക് വേണ്ടി കുതുകാൽ വെട്ടാൻ കാത്തിരിക്കുന്നിടത്ത്, അവർ പരസ്പരം വെട്ടിച്ചാകുന്നിടത്ത് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കുറേയേറെ അധികാരമോഹ മനോഭാവങ്ങളാണ് നിങ്ങളെന്ന് അവരെ പിന്തുണയ്ക്കുന്നതിലൂടെ പറയേണ്ടി വരികയാണ്. അധികാരമോഹങ്ങൾക്കപ്പുറം അതൊന്നുമില്ലാതെ ഒരു തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നവരാണ് ഏറ്റവും മികച്ചവർ. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിമകളെന്ന് വിളിക്കാം. കുടുംബത്തിനകത്തൊരു കാര്യം പറയുമ്പോഴും നിങ്ങൾ അതിനെ എതിർക്കുന്നതാണ് ഹീറോയിസം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരു ജെനുവിൻ മനുഷ്യനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കണ്ണൂരിൽ കണ്ട ആ വിസ്മയം ഉണ്ടല്ലോ, കോൺഗ്രസിനകത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനേക്കാൾ വലിയ വിസ്മയങ്ങളാണ് നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു വിസ്മയങ്ങളും വരാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നുണയും അല്ലെങ്കിൽ പരദൂഷണങ്ങളും പച്ചക്കള്ളങ്ങളും ഒപ്പം തന്നെ ഈ നാട്ടിൽ മതങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ മതങ്ങളുടെ തീപ്പൊരിയിട്ട് അധികാരത്തിലേക്ക് കടന്നു വരാമെന്നുള്ള നിങ്ങളുടെ ധാരണയുണ്ടല്ലോ, അതൊക്കെ ചെയ്ത പ്രവൃത്തിക്ക് നീതി കിട്ടുമെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിൽ സഹായിച്ച മനുഷ്യർക്കുടെ ഉള്ളിലെ നന്മയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘവും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കോളും. അതിനപ്പുറത്തേക്ക് ഇതുപോലെ പരസ്പരം തമ്മിൽ തല്ലി സീറ്റിന് വേണ്ടി കടിപിടി കൂടി പിടിച്ചു വാങ്ങിയൊക്കെ മത്സരിക്കുന്നതിനേക്കാൾ എന്തൊരു അന്തസ്സാണ് അപ്പുറത്തെ സൈഡിലെ സീറ്റ് നിർണ്ണയം ഒന്ന് ചിന്തിച്ചു നോക്കും. ഏറ്റവും മികച്ചത് ആരാണെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതാണ്.